ഒരു ജാമതീയ പ്രോഗ്രഷന്റെ ജോമെട്രിക് പ്രോഗ്രഷൻ, സമഗുണിത ശ്രേണി എന്നാണ് മലയാളം. ഒരു ജാമതീയ പ്രോഗ്രഷന്റെ ജോമെട്രിക് പ്രോഗ്രഷന്റെ ആദ്യ 3 പദങ്ങളുടെ ആകെത്തുക 21 അവയുടെ ഗുണനഫലം 216 ആണെങ്കിൽ പൊതു അനുപാതം എത്ര? ഓക്കെ, ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പുനലൂർ സർവകലാശാല PSC യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഓക്കെ, നിങ്ങൾ പുനലൂർ സർവകലാശാല PSC കോച്ചിങ് സെന്ററിൽ വന്ന് പഠിക്കാൻ ആ സമീപ പ്രദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ 2027 LDCക്ക് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലനം അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം അവിടെ നടക്കുകയാണിപ്പം. ഓക്കെ, അപ്പോൾ പോരെ, തുടരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് സമഗുണിത ശ്രേണിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ആദ്യ പദം കാണും, പിന്നെ ഒരു സംഖ്യ ഗുണിച്ച് പോകും. അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് AR എന്ന് കിട്ടും, പിന്നെ 6 കൊണ്ട് ഗുണിച്ചാൽ AR സ്ക്വയർ എന്ന് വരും, പിന്നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ AR ക്യൂബ്, പിന്നെ AR⁴ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതായത് ഒരു സംഖ്യ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഈ 6നെയാണ് പൊതു അനുപാതം, അതായത് പൊതു അനുപാതം, കോമൺ റേഷ്യോ എന്ന അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കോമൺ റേഷ്യോ എന്നറിയപ്പെടുന്നത് കേട്ടോ. അതായത് ആ ഗുണിച്ച് പോകുന്ന ആ സാധനം. ഇവിടെ ഇപ്പൊ 6 ഗുണിക്കുന്നത്, എനെ ആദ്യ പദത്തിനെ 6 കൊണ്ട് ഗുണിക്കപ്പോൾ AR, വീണ്ടും ഒരു 6 കൊണ്ട് ഗുണിക്കപ്പോൾ AR², വീണ്ടും ഒരു 6 കൊണ്ട് ഗുണിക്കപ്പോൾ AR³ വീണ്ടും ഒരു 6 കൊണ്ട് ഗുണിക്കപ്പോൾ AR⁴ എക്സെട്ര. ഓക്കെ, ഇതിന്റെ തുകയാണ് അവർ 21 എന്ന് പറഞ്ഞേക്കുന്നത്. ഇവയുടെ ഗുണനഫലം 216 ആണ്. അപ്പൊ തുക നമുക്ക് എടുത്തിട്ട് വലിയ കഥ ഇപ്പൊ ഇല്ല, അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഗുണനഫലം അവർ തന്നിട്ടുണ്ട്. A × AR × AR² എന്ന് പറയുന്നത് 216 തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എയും കൂടെ ഗുണിച്ചാൽ നിങ്ങൾക്ക് A³ എന്ന് കിട്ടും. 6 R² കൂടെ ഗുണിച്ചാൽ R³ എന്നും വരും. ഇവിടെ 6ന്റെ പവർ 1, 6 R² കൂടെ ഗുണിക്കപ്പോൾ R³ വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ 216. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനെ നമുക്ക് AR⁴ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ 216നെ 6ന്റെ ക്യൂബ് എന്നും. അപ്പൊ ഈ 3 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ AR = 6 എന്ന് എഴുതാം. AR = എന്തുവാ? 6 എന്ന് വെച്ചാൽ നടുക്ക് നിൽക്കുന്ന ടേമാണ് 6. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ആള് 6 ആണ്. 6 നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ച് ചോദിക്കോ. ഇനി നമുക്ക് ഓപ്ഷൻ ഉപയോഗിക്കാം കേട്ടോ. ഓപ്ഷൻ ഉപയോഗിച്ച് ഈ 3 എണ്ണത്തിന്റെ തുക 23 ആവുന്നത് ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തോട്ട് 6ന്റെ വില എന്തോ കിട്ടിയത്, AR കിട്ടിയത് ഈ സാധനം. അപ്പൊ അതൊക്കെ ഇട്ട് കൊടുത്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാതെ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം. ഓക്കെ, അപ്പം ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നടുക്ക് നിൽക്കുന്ന ആൾ 6 മനസ്സിലായി. അങ്ങനെയാണ് ഒരു ചുമ്മാ ഒരു സമഗുണിത ശ്രേണി ഞാൻ എഴുതട്ടെ. ഇപ്പൊ 4 ഒരു എക്സാമ്പിൾ എഴുതുക. 5 കൊണ്ട് ഗുണിക്കാൻ ആഗ്രഹിക്കുന്നത്. 4 × 5 20, 20 × 5 100, 100 × 5 500. അപ്പൊ 5 വെച്ച് ഗുണിച്ച് പോകുന്ന ഒരു സമഗുണിത ശ്രേണിയാണ് ഇത്. ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ നോക്കാം, അങ്ങോട്ട് 5 ഗുണിക്കുവാണെങ്കിൽ പുറകോട്ട് ഒരു 5 ഹരിക്കുമല്ലേ ചെയ്യുന്നത്. 500നെ 5 കൊണ്ട് ഹരിക്കപ്പോൾ 100, 100നെ 5 കൊണ്ട് ഹരിക്കപ്പോൾ 20, 20നെ 5 കൊണ്ട് ഹരിക്കപ്പോൾ 4. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നടുക്ക് നിൽക്കുന്ന ആൾ 6. നമുക്ക് കണ്ടെത്തേണ്ടത് പൊതു അനുപാതം. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ 3 എടുക്കുക. അപ്പൊ ഉറപ്പായിട്ടും ഈ 6 ഓപ്ഷൻ 3 ഞാൻ എടുത്തേക്കുന്നത്. ഓപ്ഷൻ തൽക്കാലം ഞാൻ 3 എടുക്കുന്നത്. 6 എന്ന് പറയുന്ന സാധനം ഞാൻ 3 എന്ന് എടുക്കുന്നത്. 3. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്, വെറുതെ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ 6നെ 3 കൊണ്ട് ഗുണിക്കുന്ന സാധനമല്ലേ ഇപ്പുറത്ത് വരുന്നത്? 18. അപ്പൊ 18നെ 3 കൊണ്ട് ഹരിക്കപ്പോൾ 6 കിട്ടും. 6നെ 3 കൊണ്ട് ഹരിക്കപ്പോൾ എത്ര കിട്ടും? 6നെ 3 കൊണ്ട് ഹരിക്കപ്പോൾ 2 കിട്ടും. ഇതായിരിക്കും നമ്മുടെ ശ്രേണി. ഇതാണ് നിങ്ങളുടെ 6 എങ്കിൽ, അതായത് പൊതു അനുപാതമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമഗുണിത സീരീസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ജോമെട്രിക് പ്രോഗ്രഷൻ. ഇനി ഇതിന്റെ സം എന്ന് പറയുന്നത് 21 ആണെങ്കിൽ നമുക്ക് ഉത്തരം കറുപ്പിക്കാം. നിങ്ങൾ ആലോചിച്ച് 18 6 24 2 26 സം വരുന്നത്. സം എത്ര വരുന്നത്? 26. 18 6 24 2 26, 21 കിട്ടിയോ? ഇല്ല. അപ്പൊ കോമൺ റേഷ്യോ 3 അല്ലെന്ന് അർത്ഥം. കോമൺ റേഷ്യോ 3 അല്ല. അപ്പം ആ ഓപ്ഷൻ വെട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ സമഗുണിത സീരീസ് കേട്ടോ. ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നമ്മൾ സം 21 കിട്ടുന്നത് കറുപ്പിക്കാൻ പോകുക. അതാണ് നമ്മുടെ സംഭവം. അപ്പൊ 5 ഞാൻ കോമൺ റേഷ്യോ ആയിട്ട് 5 എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. നടുക്കിക്കുന്ന ആൾ എന്തായാലും 6 തന്നെ. AR നമുക്ക് കിട്ടിയിട്ടുണ്ട് 6 എന്ന്. ഈ 6നെ 5 കൊണ്ട് ഗുണിക്കുന്നത് 30. അപ്പൊ ഇതിനെ 5 കൊണ്ട് ഗുണിക്കുന്നത് അടുത്തട്ടെ. അപ്പൊ 30നെ 5 കൊണ്ട് ഹരിക്കപ്പോൾ 6, 6നെ 5 കൊണ്ട് ഹരിക്കപ്പോൾ 6/5 എന്ന് കിട്ടും. ഇത് കൂട്ടപ്പോൾ ഒരു കാരണവശാലും 21 കിട്ടത്തില്ല, കാരണം ഇവിടെ ഒരു ഫ്രാക്ഷൻ കിടക്കുക. ഇത് നോട്ട് ഈക്വൽ ടു എത്ര? 21. അപ്പം ഓപ്ഷൻ ബി ഉത്തരവല്ല. ഇനി നമുക്ക് 6ന്റെ വില 4 ഒന്ന് എടുത്തു നോക്കാം. 4
അപ്പൊ 6ന്റെ വില 4 നിൽക്കുമ്പോൾ നടുക്ക് എന്തായാലും 6 തന്നെ, കാരണം AR എന്ന് പറയുന്ന സാധനം 6 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ സമഗുണിതം, അപ്പൊ ഗുണിച്ചു വന്ന ആളിനെ ഞാൻ 4 എടുത്തിട്ടുണ്ട്. അപ്പൊ 6 × 4 24 ഇവിടെ വരും. അപ്പൊ ഇനി നിങ്ങൾ നോക്കി ഇത് കൂട്ടപ്പോൾ ഒരു കാരണം ഇവിടെ 30 വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കായിരുന്നു ഇത് കൂട്ടപ്പോൾ 21 വരത്തില്ലെന്ന്. ഇവിടെ 24 വന്ന് 24 ഈ 6ഉം കൂടെ കൂട്ടപ്പോൾ തന്നെ 30 ആയി. അപ്പൊ ഇപ്പുറത്തോട്ടുള്ള ആളെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഓപ്ഷൻ സി വരണം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഞാൻ എടുക്കുവാണ് 2. നമുക്ക് ചുമ്മാ നോക്കാം. നടുക്ക് ഇരിക്കുന്ന ആള് 6 ആണ്. 6 × 2 12 ആണ്. 12നെ 2 കൊണ്ട് ഹരിക്കപ്പോൾ 6, 6നെ 2 കൊണ്ട് ഹരിക്കപ്പോൾ 3. അപ്പൊ 3 2 6, 6 2 12. ഇതാണ് നമ്മുടെ സീരീസ്. ഇതിന്റെ സം ഒന്ന് ആലോചിച്ച് നോക്കുക. 6 3 9, 12 9 21 കിട്ടി. സം 21 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സമഗുണിത സീരീസ് എന്ന് പറഞ്ഞാൽ. ആരാ സമഗുണിത സീരീസ്? 3 6 12. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 3 6 12. ഇനി വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇത് മൾട്ടിപ്ലൈ ആയപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 216 കിട്ടും. കാരണം ആ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ ഇത് കൂട്ടപ്പം 12 6 18 3 21 കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ സമഗുണിത സീരീസ് ഇതാണ്. നമ്മുടെ ചോദ്യം എന്തുവാ? കോമൺ റേഷ്യോ എത്ര എന്നാണ്, മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ആൾ എത്ര എന്നാണ്, 2 നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ വീണ്ടും കാണാം.